കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ ശാരികേ, ഇയാൾ എന്താ എന്റെ പൊസിഷൻ മനസ്സിലാക്കാത്തെ? ഒരു രാത്രി കൊണ്ട് എന്നെ മറന്നു പോകുന്ന ആ പൊസിഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. അതും താലി കിട്ടിയ അന്ന് തന്നെ. മറന്നു പോയതൊന്നും അല്ല ശാരികേ, ഞാൻ ഇവിടെ കുറച്ച് തിരക്കിലായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്തപ്പോ ഡിസ്പ്ലേയിൽ പേര് ശ്രദ്ധിച്ചില്ല. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സാർ. പേരെഴുതി കാണിച്ചില്ലെങ്കിലും ശാരികയുടെ സ്വരം സാറിന് തിരിച്ചറിയാമായിരുന്നു. എനിക്ക് വേണ്ടി നീക്കി വെക്കാൻ ഒരുപാട് സമയവും ഉണ്ടായിരുന്നു. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രണയം എന്ന് പറയുന്നത് ഒരു മലകയറ്റം പോലെയാണെന്ന്. കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും മലമുകളിലെത്തി കോഴി നാട്ടിക്കഴിഞ്ഞ പിന്നെ ഹരം തീർന്നു. നമ്മുടെ കാര്യത്തിൽ ആ കൊടിനാട്ടിൽ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ കാൽ ചുവട്ടിൽ കിടക്കേണ്ടവളാണല്ലോ ഭാര്യ. അവളെ എപ്പോ വേണമെങ്കിലും വിളിക്കാം, വിളിക്കാതിരിക്കാം. ശാരികേ, ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരാൾ സഹായത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മാവന് പ്രായമായത് അറിയാലോ. ആവതുണ്ടെങ്കിൽ തന്നെ പലതും കൈകാര്യം ചെയ്യാനുള്ള ലോകവിവരം ഇല്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡോക്ടേഴ്സ് മാറി മാറി പരിശോധനയ്ക്ക് വരും. അവരൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് വാങ്ങണം. പല ബിൽഡിങ്ങുകളും കയറി ഇറങ്ങി ഓരോ ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വാങ്ങിക്കണം. ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് ഫീ പേ ചെയ്യണം. അതിനിടയ്ക്ക് ബന്ധുക്കളുടെ നാട്ടുകാരുടെ വക അന്വേഷണവും മറുപടിയും പറയണം. അതിനൊക്കെ എന്ന് കരുതി ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആരാ വിളിച്ചത്? കോളേജിൽ നിന്നാ. എന്നിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ഒരു ലേഡി ലെക്ചററാ. അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. വല്ലതും ഉണ്ണാനും ഉടുക്കാനൊക്കെ ഉള്ള കുടുംബത്തിലുള്ളതാണോടാ? ആര്? നിന്റെ ആ ലേഡി ലെക്ചറർ. ആ, 55-നടുത്ത് പ്രായമുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല. വേണമെങ്കിൽ അമ്മാവിന് വേണ്ടി ആലോചിക്കാം. യവൻ ഇത് എന്ത് പറ്റി? ആരായിരുന്നു മോളെ ഫോണില്? നീ ആരോടോ തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുന്നു കേട്ടല്ലോ. എന്റെ ഭർത്താവ്. എന്നിട്ട് എന്തു പറഞ്ഞു രാജീവ് സാറ്? ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് കട്ട് ചെയ്തു. എന്നോട് സംസാരിക്കാൻ സമയമില്ലാന്ന്. നിക്കേ, നീ കുറച്ചേരം സംസാരിക്കുന്ന കേട്ടല്ലോ. എവിടെയോ കൊടി നാട്ടുന്ന കാര്യമൊക്കെ കേട്ടു. ഭർത്താവിനോട് ഇങ്ങനെയാണോ മോളെ സംസാരിക്കേണ്ടത്? അമ്മ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജീവ് സാറിനെയും. നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നുള്ള വാശി പിടിച്ച മാത്രം പോരാ, നമ്മൾ അവരെ മനസ്സിലാക്കണം. അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കേട്ട രാജീവ് സാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വിജയലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്ന് നീ അന്വേഷിച്ചോ? അത് ഞാൻ ചോദിച്ചില്ല. അതാ നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. പലർക്കും ഞാൻ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ആളെ പരിഗണിക്കില്ല. പുറത്ത് ജോലിക്ക് പോയി വരുന്ന ഭർത്താവിന്റെ അടുത്ത് പരാതികളുടെ കെട്ടഴിക്കുന്ന ഭാര്യ അറിയുന്നില്ല അയാൾ എന്തുമാത്രം പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് കയറി വരുന്നേന്ന്. ജോലി നഷ്ടപ്പെട്ട് സങ്കടത്തിൽ വരുന്ന ഭർത്താവിനോടാവും ഭാര്യ ഗ്യാസ് തീർന്നതിന്റെ ആവലാതി പറയുന്നത്. കല്യാണം കഴിഞ്ഞ ഞാൻ മാത്രമല്ല, നീയും കൂടെ ഉണ്ട്. നീ ഞാനും അല്ല, അത് രണ്ടും ഒരുമിച്ച് നമ്മൾ. അപ്പോഴേ അതൊരു കുടുംബമാവും. പിന്നെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് പല തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു. പ്രേമിക്കുമ്പോ കണ്ണു കാണില്ലെന്ന് പറയില്ലേ? കാണേണ്ട കാര്യമില്ല. അപ്പോ മറ്റുള്ളവരുടെ ചെലവിലായിരിക്കും നമ്മൾ കഴിയുന്നത്. കല്യാണം കഴിയുന്നതോടെ അതിന് മാറ്റം വരും. ഭാര്യയും ഭർത്താവും മാത്രമായി പതിയെ പതിയെ ഒറ്റപ്പെടും. അവിടെ
നമ്മുടെ വരുമാനം നമ്മൾ തന്നെ കണ്ടെത്തണം. യഥാർത്ഥ ജീവിതത്തിലേക്ക് വാതിൽ തുറക്കുന്നത് അവിടെയാ. അവിടെ പ്രണയം മാത്രമല്ല, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ ഫോൺ വിളിക്കാതിരുന്നാലോ അകന്ന് നിൽക്കേണ്ടി വന്നാലോ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് അർത്ഥമില്ല. പലവിധ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും അത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ജീവിതത്തിൽ തോറ്റുപോയവളായി അമ്മ. ആ വിധി എന്റെ മോൾക്ക് വരരുത്. രാജീവ് സാറിന്റെ അമ്മയാ ജീവന് വേണ്ടി പോരടിച്ച് ആശുപത്രി കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞെന്ന് കരുതി അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നിനക്ക് പ്രാധാന്യം കുറഞ്ഞെന്ന് തോന്നുമ്പോ ആ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. സാറിനെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണ് ആശുപത്രി കിടക്കുന്നതെന്ന് എന്റെ മോൾ ഒരിക്കലും മറക്കരുത്. ഇതെന്താ? ഇത് കുടിക്ക്. ഞാൻ രാവിലെ പാലല്ല ശാലിനി, ചായ കുടിക്കുന്നേ. ആ പതിവൊക്കെ ഇനി മാറ്റണം. ഇത് സ്പെഷ്യലാ, കുങ്കുമപ്പൂയിട്ടത്. കുങ്കുമപ്പൂയിട്ട പാലോ? അതിന് പ്രീതി എന്താ ഗർഭിണിയാണോ? ഈ സമയത്തെ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയാ പോരാ, കുറച്ച് ത്യാഗവും കൂടി സഹിക്കേണ്ടി വരും. ഇതത് തന്നെ. കുടിക്ക. അല്ല, മുറിവ് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പ്രീതി, എന്താ ആലോചിക്കുന്നത്? അവളെ പറ്റി തന്നെ, ആ സുസ്മിതയെ പറ്റി. എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? ഇന്നലത്തെ കാര്യം തന്നെ. ഒരു സൈക്കോ മട്ടിലായിരുന്നു അവളുടെ പെരുമാറ്റം. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചു വിടാതെ ശരിയാവില്ല ശാലിനി. നാണം കെട്ട അവള് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ എന്ന് എനിക്കിപ്പോ തോന്നുന്നു. സാധാരണ പെൺകുട്ടികളായിരുന്നെങ്കിൽ എപ്പോഴേ പോയേനെ. പക്ഷെ അവളെങ്ങനെ എളുപ്പം പോവില്ല. കാരണം അവളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിക്കാനായി അവൾ ഏതടവും പയറ്റും. അപ്പൊ നിനക്കെന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട്. അധികനാൾ അവളുടെ കളികളൊന്നും തുടരില്ല. അമ്മയ്ക്കും അവളെ മനസ്സിലായി തുടങ്ങി. ഇന്നലെ മുന്നറിയിപ്പ് കൊടുത്തത് കേട്ടില്ലേ? ചവിട്ടി പുറത്താക്കുമെന്ന്. അതായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. പ്രീതി, പാല് കുടിക്ക്. ഈ സമയത്ത് ആരെക്കുറിച്ച് മോശം വിചാരിക്കണ്ട. ശാലിനി ഇത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഞാൻ എങ്ങനെ കുടിക്കാതിരിക്കുക? മുഴുവൻ കുടിക്കണം. എന്താ നിന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? തരാനല്ലേ പറഞ്ഞേ?
നീ എന്താ ഈ വീട്ടിലേക്ക് ഒളിച്ചു കിടത്തുന്നതെന്ന് അറിയണമല്ലോ. പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റോ? അതിന് ഈ വീട്ടിലാർക്കാ ഗർഭമുള്ളേ? എനിക്ക് തന്നെയാ സുസ്മിത കുഞ്ഞ്. ശരിക്കും പ്രീതിക്കായിരുന്നു ഗർഭം. എന്നെ ആന്റി അടിച്ചു പുറത്താക്കുന്നത് കാണാൻ കാത്തിരിക്കാ നീ അല്ലടി? നിന്നെ സ്വന്തം മകളെ ആന്റി ചവിട്ടി പുറത്താക്കുന്നത് കാണിച്ചു തരാം ഞാൻ. അതിനുള്ള ആയുധമാ ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ശ്യാമേ, ദേ ആരാ വരുന്നേന്നൊക്കെ? മക്കളെ, അച്ഛാ. അമ്മേ, അല്ല, അച്ഛനെന്താ പതിവില്ലാതെ? കാര്യമുണ്ട് മക്കളെ. ദാ, ഇത് വാങ്ങിക്കേ. വാങ്ങുമോളെ. എന്താ അച്ഛാ ഇത്? തുറന്നു നോക്ക്. ഡോക്ടർ, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ വലിയ കാശൊന്നും. കാശ് അടച്ചതിന് ശേഷം ട്രീറ്റ്മെന്റ് നടത്തിയാൽ മതി എന്നാ മാനേജ്മെന്റിന്റെ തീരുമാനം. മാഡം, എന്റെ കാതി കിടക്കുന്നത് സ്വർണ്ണ കമ്മല. അത് പണയമായോ വിലക്കോ എടുത്തിട്ട് ഈ ചികിത്സ ഒന്ന് തുടങ്ങാൻ പറ്റുമോ? അമ്മേ, ഗോപാലേട്ടൻ. അച്ഛൻ തന്നെ ഇത് അമ്മയ്ക്ക് കൊടുത്തേക്ക്. വേണ്ട മോളെ, അച്ഛനതിന് ആഗ്രഹമുണ്ട്, പക്ഷെ അവകാശമില്ല. അച്ഛൻ തന്നെ നഷ്ടപ്പെടുത്തിയതാ അത്. എന്താ മോളെ? അമ്മേ, ഗോപാലേട്ട, ഇത് തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ. അറിയാൻ ശാരദേ, നിങ്ങൾ തിരിച്ചു തന്നത് എന്റെ ജീവനാ. അതിന്റെ കടം വീട്ടാനാവില്ലല്ലോ ഈ ജന്മം. അതിന്റെ ഭാരവും പേറി നടക്കണ്ട ഗോപാലേട്ട. പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്തതല്ല അതൊന്നും. ഞങ്ങളതൊക്കെ അപ്പോഴേ വിട്ടു. എനിക്കറിയാം ശാരദേ, നല്ല മനസ്സുള്ളവർക്ക് നല്ലത് വരുത്തുമെന്ന് പറയാറുണ്ട്. പക്ഷേ തങ്കം പോലെ മനസ്സുള്ള എന്റെ മോളുടെ കല്യാണം ഇതെന്താ താലി? നിന്റെ കല്യാണം കഴിഞ്ഞോ മോളെ? രാജീവ് സാറുമായിട്ട് തന്നെയാ. ആരും അറിയാതെ അവരമ്പലത്തിൽ വെച്ച് താലി കെട്ടി. അപ്പോ രാജീവിന്റെ വീട്ടുകാർക്ക് അറിയില്ലേ ഈ കാര്യം? സാറിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുക. വീട്ടില് വിവരം അറിയിക്കാന്ന് പറഞ്ഞ സാറങ്ങോട്ട് പോയത്. അറിയിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കണം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും
എല്ലാവരുടെ അനുഗ്രഹത്തിലും ആശീർവാദത്തിലും വേണം പുതിയൊരു ജീവിതം തുടങ്ങാൻ. അമ്മയുടെ വിധി മോൾ കൊണ്ടാവരുത് മോളെ. നടുക്കടലിൽ വീണുപോയ കൈപിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും വേണം. മഷിത്തണ്ട് കൊണ്ട് മായ്ക്കുന്ന സ്ലേറ്റല്ല, പേന കൊണ്ടെഴുതുന്ന കടലാസ ജീവിതം. ഒരക്ഷര തെറ്റുണ്ടായി വെട്ടിക്കളഞ്ഞാലും ഒരു വൈകൃതമായി എന്നേക്കും അതങ്ങനെ കിടക്കും. കൂട്ടിയ കണക്കിലൊന്ന് പിഴച്ചാൽ മൊത്തം പിഴയ്ക്കും. അക്ഷരത്തെറ്റുകൾ നിറഞ്ഞൊരു പുസ്തകമാണ് അച്ഛന്റെ ജീവിതം. അതുകൊണ്ട് എന്റെ മക്കള് പഠിക്കണം, അങ്ങനെ ആവാതിരിക്കാൻ. അച്ഛൻ ഇനി അധിക സമയം നിൽക്കുന്നില്ല. ഹോട്ടലിൽ ഒഴിവുള്ള സമയം നോക്കി വന്നത് ആരുടെയും കണ്ണിപ്പെടാതിരിക്കാനാ. ആവശ്യമില്ലാത്ത ചില സംശയങ്ങൾ തുടങ്ങിയിട്ടുണ്ട് രാജേശ്വരിക്ക്. ഒപ്പം ആ ബാലചന്ദ്രന്റെ കയ്യൂക്കിന്റെ പിന്തുണയും. അച്ഛന്റെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വയസ്സായി. നിങ്ങൾ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക ചെയ്തത്, പകരം ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ജീവിതം എന്റെ മരണം ആഗ്രഹിക്കുന്നവരുടെ കൂടെയാണ്. അവർക്കെന്റെ സ്വത്ത് മാത്രം മതി. നാളെ ഗോപാലകൃഷ്ണൻ മരിച്ചു എന്ന് കേട്ട എന്റെ മക്കള് സങ്കടപ്പെടരുത്. അച്ഛനത് അർഹിക്കുന്നു കൂട്ടിയാ മതി. അച്ഛാ, ഇത് സ്പെഷ്യല് കുങ്കുമപ്പൂ ഇട്ടത്. ഈ സമയത്തെ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയാ പോരാ, കുറച്ച് ത്യാഗവും കൂടി സഹിക്കേണ്ടി വരും. ഈ സമയത്ത് ആരെക്കുറിച്ച് മോശം വിചാരിക്കണ്ട. ശാലിനി ഇത്ര സ്നേഹത്തോടെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഞാൻ എങ്ങനെ കുടിക്കാതിരിക്കുക? ഇപ്പൊ നീ കുങ്കുമപ്പൂ ഇട്ട പാല് കുടിക്കണമെങ്കിൽ നീ ഗർഭിണിയാണെന്ന് ഉറപ്പാ പ്രീതി. കുങ്കുമപ്പൂവല്ല, നിനക്ക് ഞാൻ തരാൻ പോകുന്നതേ പപ്പായ ജ്യൂസ്. പിന്നെ നീ കുങ്കുമപ്പൂ ഇട്ട പാല് കുടിക്കേണ്ടി വരില്ല.